السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. 5-ാമത്തെ അധ്യായം ബാബുൻ ദിക്റുർ റിയാഇ വസ്സുംഅതി, അതാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ വായിച്ചത്. ബാബുൻ അധ്യായം ദിക്റുർ റിയാഇ വസ്സുംഅതി, റിയാഇനെ കുറിച്ചും സുമഅത്തിനെ കുറിച്ചും പറയുന്ന അധ്യായം. റിയാ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി, ആളുകളെ കാണിക്കുവാൻ വേണ്ടി ഒരു പ്രവർത്തനം, ഒരു ഇബാദത്ത് ചെയ്യുക, അതാണ് റിയാ. റിയാ എന്ന വാക്ക് വന്നിട്ടുള്ളത് അർറുഇയ, അഥവാ ആളുകളെ കാണിക്കുക, നോട്ടം, കാണൽ, കാണിക്കൽ എന്നൊക്കെയുള്ള വാക്കിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. റിയാ എന്നതിന് ലോകമാന്യത എന്ന് മലയാളത്തിൽ അർത്ഥം പറയാറുണ്ട്. അസ്സുമഅത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു പ്രവർത്തനം, ഒരു ഇബാദത്ത് ചെയ്യും, എന്നിട്ട് അയാൾ ആളുകൾ ആ ചെയ്ത പ്രവർത്തനത്തെക്കുറിച്ച് പുകഴ്ത്തണം, പ്രശംസിക്കണം എന്ന് മനസ്സിൽ വിചാരിക്കുക, ചിന്തിക്കുക, ജനങ്ങളുടെ പ്രശംസ കേൾക്കാൻ ആഗ്രഹിക്കുക എന്നാണ് അതിന് ഒറ്റവാക്കിൽ അർത്ഥം പറഞ്ഞാൽ അസ്സുമഅത്തിന് അർത്ഥം പറയാൻ സാധിക്കുക. അസ്സമഅ കേൾവി, സമിഅ എന്ന് പറഞ്ഞാൽ കേട്ടു, സമഅ എന്ന് പറഞ്ഞാൽ കേൾവി എന്നാണ്. അതിൽ നിന്നാണ് അസ്സുമഅത്ത് വന്നിട്ടുള്ളത്. ഒരു പ്രവർത്തനം ഒന്നല്ലെങ്കിൽ അയാൾ തന്നെ ആളുകളോട് പറഞ്ഞിട്ട് അതിൻ്റെ പ്രശംസയും പുകഴ്ത്തലും കേൾക്കാൻ ആഗ്രഹിക്കൽ, അതല്ലെങ്കിൽ പൊതുവെ ഒരു പ്രവർത്തനം ചെയ്ത് കഴിഞ്ഞിട്ട് തോന്നുകയാണ് ആളുകൾ പുകഴ്ത്തണം, പ്രശംസിക്കണം. ഇതാണ് റിയാഉം സുമഅത്തും. കഴിഞ്ഞ ദർസിൽ നമ്മൾ ഷെയ്ഖ് ഇവിടെ ഉദ്ധരിച്ച തെളിവുകൾ മനസ്സിലാക്കിയിരുന്നു. ഒന്നാമതായി അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിൽ നിന്നും ഒരു ആയത്താണ് ഉദ്ധരിച്ചത്. വഖൗലുല്ലാഹി തആല, അല്ലാഹു തആല പറഞ്ഞു, فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. സൂറത്തുൽ കഹ്ഫിലെ 110-ാമത്തെ ആയത്താണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആരാണോ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത്, അല്ലാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഫല്യഅമൽ അമലൻ സാലിഹ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ, തൻ്റെ റബ്ബിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. ഈ ആയത്ത് വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അറിയിക്കുകയാണ്, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കണം, സ്വാലിഹായ അമൽ ചെയ്യണം. സ്വാലിഹായ അമൽ എന്ന് പറഞ്ഞാൽ 2 നിബന്ധനകളാണ് അതിനുള്ളത്. ഒന്ന്, അള്ളാഹുവിനുള്ള ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. ഇതാണ് സ്വാലിഹായ അമൽ. ഈ സ്വാലിഹായ അമൽ ചെയ്യുമ്പോൾ റബ്ബിന് യാതൊരു രൂപത്തിലും പങ്കുകാരെ നിശ്ചയിക്കാൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് ആ ആയത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള അമലുകളാണ് അള്ളാഹു സ്വീകരിക്കുക. ഇഖ്ലാസോടെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഇത്തിബാഅോടെ ഒരാൾ ഒരു കർമ്മം ചെയ്താൽ മാത്രമേ അല്ലാഹു തആല അത് സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെയുള്ള കർമ്മങ്ങൾ മാത്രമേ അല്ലാഹുവിന് ആവശ്യമുള്ളൂ. അല്ലാത്ത ഇബാദത്ത്, അല്ലാത്ത കർമ്മം അല്ലാഹുവിന് ആവശ്യമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച ഹദീസ് കഴിഞ്ഞ ദർസിൽ നമ്മൾ കേട്ടിരുന്നു. ആരെങ്കിലും ഒരു അമൽ ചെയ്തു, ആ അമൽ ചെയ്യുമ്പോൾ അല്ലാഹു അല്ലാത്തവരെ അല്ലാഹുവിൻ്റെ കൂടെ പങ്കാളിയാക്കിയിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്, അതല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവരെ കാണിക്കുവാനാണ് ചെയ്തത്, അതല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവരുടെ പ്രശംസ, ജനങ്ങളുടെ പ്രശംസ, പുകഴ്ത്തൽ, ഈ പറഞ്ഞ രൂപത്തിലാണ് ഒരാൾ കർമ്മങ്ങൾ ചെയ്തത് എങ്കിൽ തറക്തുഹു വശിർക്കഹു, അല്ലാഹു അയാളെയും അയാൾ ചെയ്ത ആ ഷിർക്കിനെയും ഉപേക്ഷിച്ചിരിക്കുന്നു. അല്ലാഹുവിന് അത് വേണ്ടതില്ല എന്നതാണ്. രണ്ടാമതായി ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിച്ചു. അൻ ജുന്ദുബ് ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ഖാല, ജുന്ദുബ് ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ സമ്മഅ അല്ലാഹു ബിഹി വമൻ യുറാഇല്ലാഹു ബിഹി അഖ്റജാഹു. ആരെങ്കിലും കേൾപ്പിച്ചാൽ അഥവാ ജനങ്ങളുടെ പ്രശംസ കേൾക്കുവാൻ വേണ്ടി ആരെങ്കിലും ഒരു ഇബാദത്ത് ചെയ്താൽ സമ്മഅ അല്ലാഹു ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെക്കുറിച്ചും കേൾപ്പിക്കും. അഥവാ അതിൻ്റെ വിശദീകരണം ശൈഖ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഖീല മഅന മൻ സമ്മഅ അല്ലാഹു ബിഹി ഐ ഫളഹഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ മുഖം മൂടി വലിച്ചു കീറും. ജനങ്ങൾക്ക് മുന്നിൽ അയാളെ മുഖം കെടുത്തും അപമാനിക്കും. അഥവാ സഹോദരങ്ങളെ, നമ്മളൊരു കർമ്മം ചെയ്തു, ഒരു ഇബാദത്ത് ചെയ്തു, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചു കൊണ്ടാണ് ചെയ്യേണ്ടത്. നമ്മുടെ നിയ്യത്തെങ്ങാനും മാറിപ്പോയാൽ ജനങ്ങൾ പുകഴ്ത്തി പറയണം, പ്രശംസിക്കണം എന്ന നിയ്യത്തെങ്ങാനും നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയാൽ നമ്മുടെ പുറമേക്കുള്ള പ്രവർത്തനമല്ല, മറിച്ച് ഉള്ളിൽ എന്താണോ ഉണ്ടായിരുന്നത് അത് അല്ലാഹു തആല പുറത്തേക്ക് കൊണ്ടുവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ ഉള്ളുകള്ളി പുറത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കും. വമൻ യുറാഇ, ആരെങ്കിലും സൽക്കർമ്മങ്ങൾ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി ചെയ്തു, മൻ അൽഹറൽ അമല സാലിഹ ലിന്നാസി ലിയുഅദ്ദമ ഇൻദഹും, ജനങ്ങളുടെ അടുക്കൽ ആദരിക്കപ്പെടാൻ, ജനങ്ങൾ ബഹുമാനിക്കാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി ഒരാൾ ചെയ്തു എങ്കിൽ യുറാഇ ബിഹില്ലാ, അല്ലാഹു തആല അയാളുടെ രഹസ്യവും പുറത്തേക്ക് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. അഥവാ ഇദ്ഹാറു സരീറതിഹി ലിന്നാസ്, അയാളുടെ മനസ്സിലുള്ള ആ മോശം നിയ്യത്ത്, ആ മോശം ഉദ്ദേശം, അത് ജനങ്ങൾക്ക് മുന്നിൽ അല്ലാഹു പ്രകടമാക്കും എന്നുള്ളതാണ്. ഈ ഹദീസും സഹോദരങ്ങളെ നമ്മെ ഒരുപാട് ഭയപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ നിയ്യത്ത് ഫസാദായി പോയാൽ ഈ പറഞ്ഞ അപമാനകരമായ ശിക്ഷയാണ് പരലോകത്ത് ലഭിക്കുക. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അടുത്തതായി അദ്ദേഹം മറ്റൊരു ഹദീസ് ഉദ്ധരിച്ചു. തൊട്ടു മുന്നേ ഉദ്ധരിച്ചത് ഇമാം അൽ ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീഹിലും ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീഹിലും ഉദ്ധരിച്ച ഹദീസാണ്. വീണ്ടും അദ്ദേഹം അടുത്ത ഒരു ഹദീസ് അതേപോലെ തന്നെ വലഹുമ, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. അൻ ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്തത്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്നമൽ അഅ്മാലു ബിന്നിയാതി വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, തീർച്ചയായും കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പരിഗണിക്കപ്പെടുക. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോരുത്തരും എന്താണോ ഉദ്ദേശിച്ചത്, എന്താണോ നിയ്യത്താക്കിയത്
അതുമാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ. ഈ ഹദീസും സഹോദരങ്ങളെ വളരെ മഹത്തായ അടിസ്ഥാനമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണോ നമ്മുടെ നിയ്യത്ത് അതുമാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സിൽ ഉള്ള നിയ്യത്താണ് അള്ളാഹു പരിഗണിക്കുക. നമ്മുടെ നിയ്യത്ത് അള്ളാഹുവിലേക്കുള്ള സാമീപ്യവും അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹു സ്വീകരിക്കണമെന്നും ആണോ എങ്കിൽ അതാണ് നമുക്ക് ലഭിക്കുക. അതല്ല നമ്മുടെ ഈ അധ്യായത്തിൻ്റെ തലക്കെട്ട് പോലെ റിയാ ആണോ, ആളുകളെ കാണിക്കണമെന്നതാണോ, ആളുകളുടെ പുകഴ്ത്തൽ ലഭിക്കണമെന്നതാണോ, അതാണ് അയാൾക്കുണ്ടാവുക. അത്തരം ആളുകളെക്കുറിച്ചാണ് തൊട്ടു മുന്നേ നമ്മൾ കേട്ട ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. ഇതുവരെയാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ മനസ്സിലാക്കിയത്. അടുത്തതായി അദ്ദേഹം ഒരൽപ്പം സുദീർഘമായ ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ്. അഥവാ തൊട്ടു മുന്നേ പറഞ്ഞ തെളിവുകൾ അത് കൂടുതൽ വ്യക്തമാക്കുന്നതാണ് ഇനിയുള്ള ഹദീസ്. എങ്ങനെയാണ് ഒരാൾ പരലോകത്ത് അപമാനിക്കപ്പെടുക? നിയ്യത്ത് ഫസാദായി പോയ ആളുകൾ പരലോകത്ത് അപമാനിക്കപ്പെടുന്ന രൂപമാണിത്. ഈ ഹദീസിൽ ഇനി വായിക്കാൻ പോകുന്ന ഹദീസിൽ വന്നിട്ടുള്ളത്. വലി മുസ്ലിമിൻ, ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ വന്ന ഹദീസാണിത്. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു മർഫൂഅൻ, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്നു. ഇന്ന അവ്വലൻ നാസി യുഖ്ളാ അലൈഹി യൗമൽ ഖിയാമത്തി സലാസത്തുൻ, തീർച്ചയായും ഖിയാമത്ത് നാളിൽ ജനങ്ങളിൽ ആദ്യമായി തീർപ്പ് കൽപ്പിക്കപ്പെടുക 3 വിഭാഗം ആളുകളുടെ കാര്യത്തിലാണ്. റജുലുൻ ഉസ്തുഷ്ഹിദ ഫീ സബീലില്ലാഹ്, ഒന്നാമത്തെയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായ ഒരു മനുഷ്യനാണ്. ഫഉതിയ ബിഹി ഫഅറഫഹു നിഅമഹു ഫഅറഫഹ, അയാളെ പരലോകത്ത് കൊണ്ടുവരും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് അയാളോട് പറയും. അയാൾ അതെല്ലാം സമ്മതിക്കും. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഫമാ അമിൽത ഫീഹ, ഞാൻ നിനക്ക് നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നീ എന്താണ് പ്രവർത്തിച്ചത്? ഖാല, ഈ വ്യക്തി പറയും, ഖാതൽതു ഫീ സബീലിക ഹത്താ ഖുതിൽതു, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ഞാൻ പോരാടി, നിനക്ക് വേണ്ടി ഞാൻ പോരാട്ടം നടത്തുകയുണ്ടായി. അങ്ങനെ എത്രത്തോളം ആ പോരാട്ടത്തിൽ ഞാൻ കൊല്ലപ്പെടുകയും ചെയ്തു. ഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, കദബ്ത, നീ പറഞ്ഞത് കളവാണ്. വലാകിന്നക ഖാതൽത ലിയുഖാല ഹുവ ജരീഉൻ, മറിച്ച് നീ പോരാടിയത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്തത് നീ നല്ല ധീരനാണ് എന്ന് പറയപ്പെടാൻ വേണ്ടിയാണ്. ഫഖദ് ഖീല, അത് ദുനിയാവിൽ പറയപ്പെട്ടു കഴിഞ്ഞു. ദുനിയാവിൽ നീ പോരാടി കൊല്ലപ്പെട്ടു, അതിനുശേഷം നീ എന്താണോ ഉദ്ദേശിച്ചത് അത് ദുനിയാവിൽ സംഭവിച്ചിട്ടുണ്ട്. നീ നല്ല ധീരനാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. സുമ്മ ഉമിറ ബിഹി ഫസുഹിബ അലാ വജ്ഹിഹി ഹത്താ ഉൽഖിയ ഫിന്നാർ, ശേഷം അയാളെ മുഖം കുത്തിയവനായിക്കൊണ്ട് വലിച്ചിഴച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒന്നാമത്തെ വ്യക്തി ഇതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടി ഷഹീദായി എന്ന് അവകാശപ്പെടുന്ന ഒരു മനുഷ്യൻ, അയാൾ പരലോകത്ത് വെച്ച് അള്ളാഹുവിനോട് പറയും, റബ്ബേ നിന്റെ മാർഗത്തിൽ ഞാൻ പോരാടി, എന്നിട്ട് എൻ്റെ ജീവൻ ത്യജിച്ചു, ഞാൻ കൊല്ലപ്പെടുകയുണ്ടായി. അള്ളാഹു പറയും, അല്ല, നീ പറഞ്ഞത് കളവാണ്. വറജുലുൻ, രണ്ടാമത്തെ വ്യക്തി, തഅല്ലമൽ ഇൽമ വഅല്ലമഹു വഖറഅൽ ഖുർആന, അയാൾ ഇൽമു പഠിച്ചു, എന്നിട്ടത് പഠിപ്പിക്കുകയും ചെയ്തു.
നന്നായി ഖുർആൻ പാരായണം ചെയ്തു, അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്. ഫൗതിയ ബിഹി ഫഅറഫഹു നിഅമഹു ഫഅറഫഹ, അയാളെ കൊണ്ടുവരും. എന്നിട്ട് അല്ലാഹു തആല അയാൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞു കൊടുക്കും. അയാൾ അതെല്ലാം സമ്മതിക്കും. എന്നിട്ട് അല്ലാഹു അയാളോട് ചോദിക്കും, ഫമാ അമിൽത ഫീഹ, നിനക്ക് ഞാൻ ചെയ്ത അനുഗ്രഹങ്ങൾ കൊണ്ട് നീ എന്താണ് പ്രവർത്തിച്ചത്? ഖാല, അയാൾ പറയും, തഅല്ലംതുൽ ഇൽമ വഅല്ലംതുഹു വഖറഅതു ഫീകൽ ഖുർആൻ. അല്ലാഹുവേ, ഞാൻ ഇൽമു പഠിച്ചു, എന്നിട്ടത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. നിനക്ക് വേണ്ടി ഞാൻ ഖുർആൻ പാരായണവും ചെയ്തു എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിച്ച ഒരാളാണ്. ഖാല, ഇത് പറഞ്ഞപ്പോൾ അല്ലാഹു പറയും, കസബ്ത, നീ പറഞ്ഞത് കളവാണ്. വലാകിന്നക തഅല്ലംത ലിയുഖാല ഹുവ ആലിമുൻ, മറിച്ച് നീ ഇൽമു പഠിച്ചത് നീ ഒരു ആലിമാണ്, പണ്ഡിതനാണ് എന്ന് പറയപ്പെടാൻ വേണ്ടിയാണ്. വഖറഅത, നീ ഖുർആൻ പാരായണം ചെയ്തത് ലിയുഖാല ഹുവ ഖാരിഉൻ, അയാൾ നല്ല ഖാരി ആണ്, ഓത്തുകാരനാണ് എന്ന് പറയപ്പെടാൻ വേണ്ടിയാണ്. ഫഖദ് ഖീല, ദുനിയാവിൽ അത് പറയപ്പെട്ടിട്ടുണ്ട്, ദുനിയാവിൽ അത് പറയപ്പെട്ടിട്ടുണ്ട്. സുമ്മ ഉമിറ ബിഹി ഫസുഹിബ അലാ വജ്ഹിഹി ഹത്താ ഉൽഖിയ ഫിന്നാർ, അയാളെയും നേരത്തെ പറഞ്ഞതുപോലെ മുഖം കുത്തിയവനായിക്കൊണ്ട് നരകത്തിലേക്ക് വലിച്ചിഴച്ചങ്ങനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അള്ളാഹു പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. രണ്ടാമത്തെ വ്യക്തി നോക്കൂ, നിങ്ങൾ ഇൽമു പഠിച്ച, അത് പഠിപ്പിച്ചു കൊടുത്ത, നന്നായി ഖുർആൻ പാരായണം ചെയ്ത ഒരാളാണ്. പക്ഷേ പരലോകത്ത് എത്തിയപ്പോൾ അള്ളാഹു അയാളോട് പറയുകയാണ്, നീ പറഞ്ഞത് കളവാണ്, മറിച്ച് നീ ഇത് ചെയ്തത് എന്തിനാണ്? ആലിമാണ്, പണ്ഡിതനാണ് എന്ന് പറയപ്പെടാൻ വേണ്ടിയാണ്. അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. വറജുലുൻ, മൂന്നാമത്തെ വ്യക്തി, വസ്സഅ അല്ലാഹു അലൈഹി ഫഅഅതാഹു മിൻ അസ്നാഫിൽ മാലി ഫഉതിയ ബിഹി ഫഅറഫഹു നിഅമഹു ഫഅറഫഹ. വറജുലുൻ, മൂന്നാമത്തെ വ്യക്തി, വസ്സഅ അല്ലാഹു അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് നല്ല സമ്പത്ത് നൽകിയിട്ടുണ്ട്. അയാൾക്ക് അല്ലാഹു ഒരുപാട് ദുനിയാവിൽ വിശാലത നൽകിയ ആളാണ്. ഫഅഅതാഹു മിൻ അസ്നാഫിൽ മാലി, അയാളുടെ സമ്പത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ഒരുപാട് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ധാരാളമായി ചെലവഴിച്ചിട്ടുണ്ട്. ഒരുപാട് സമ്പത്തുള്ള വ്യക്തിയാണ് ഈ വ്യക്തി. അയാളാവട്ടെ അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹം കിട്ടിയ തൻ്റെ സമ്പത്തിൽ നിന്ന് ധാരാളം ചെലവഴിച്ചിട്ടുണ്ട്. ഫൗതിയ ബിഹി ഫഅറഫഹു നിഅമഹു ഫഅറഫഹ, അയാളെ കൊണ്ടുവരപ്പെടും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ഓരോന്നും അയാളോട് എണ്ണി പറഞ്ഞു കൊടുക്കും. അയാൾ അതെല്ലാം സമ്മതിക്കും. ഖാല, അല്ലാഹു തആല ആ വ്യക്തിയോട് ചോദിക്കും, ഫമാ അമിൽത ഫീഹ, ഇതൊക്കെ നിനക്ക് കിട്ടിയല്ലോ, നീ എന്താണ് ചെയ്തത്? ഖാല, അയാൾ പറയും, മാ തറക്തു മിൻ സബീലിൻ തുഹിബ്ബു അൻ യുൻഫഖ ഫീഹി ഇല്ലാ അൻഫഖ്തു ഫീഹി ലക്. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്ന ഏതൊക്കെ മാർഗമുണ്ടോ, നിനക്ക് പ്രിയങ്കരമായ ഏതൊക്കെ വഴികളുണ്ടോ, ആ വഴികളിലെല്ലാം നീ നൽകിയ സമ്പത്തിൽ നിന്നും ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. ഖാല അല്ലാഹു, അല്ലാഹു പറയും, കദബ്ത, നീ പറഞ്ഞത് കളവാണ്. വലാകിന്നക ഫഅൽത ലിയുഖാല ഹുവ ജവാദുൻ ഫഖദ് ഖീല. അയാൾ പറയുന്ന വാക്ക്, അല്ലാഹുവേ, നിനക്കിഷ്ടമുള്ള മാർഗത്തിൽ നിനക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ്. നിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിച്ചു. അല്ലാഹു പറയും, നീ പറഞ്ഞത് കളവാണ്, മറിച്ച് നീ ചെലവഴിച്ചത്, നീ പ്രവർത്തിച്ചത് ലിയുഖാല ഹുവ ജവാദുൻ,
അയാൾ നല്ല ഉദാരശീലനാണ്, നന്നായി കൊടുക്കുന്ന വ്യക്തിയാണ്, സഹായിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയപ്പെടാൻ വേണ്ടിയാണ് ഫഖദ് ഖീല, അത് ദുനിയാവിൽ പറയപ്പെട്ടിട്ടുണ്ട്. ثم أمر به فسحب على وجهه حتى ألقي في النار. അയാളെയും നേരത്തെ നമ്മൾ കേട്ടതുപോലെ അയാളുടെ മുഖം നിലത്ത് വലിച്ചിഴച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ചെയ്യേണ്ട ഇബാദത്തുകൾ നമ്മുടെ നിയ്യത്ത് ആ വിഷയത്തിൽ ഫസാദായി പോയാൽ ഇതാണ് അവസ്ഥ. നോക്കൂ, ഈ 3 വിഭാഗത്തെയും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ 3 കാര്യവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരുപാട് പ്രയത്നം ആവശ്യമുള്ള കാര്യമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുക, യുദ്ധം ചെയ്യുക എന്നുള്ളത് ജീവൻ മരണ പോരാട്ടമാണ്. ഒരുപാട് പ്രയത്നമുണ്ട് അതിൻ്റെ പിന്നിൽ. അത്രയും പ്രയത്നം ചെയ്തു, പക്ഷേ അയാളുടെ നിയ്യത്ത് മാറിപ്പോയി. രണ്ടാമത്തെ നോക്കൂ, ഇൽമു പഠിച്ചു, അത് പഠിപ്പിച്ചു, ഖുർആൻ പാരായണം ചെയ്തു, ഒരുപാട് പ്രയത്നമുണ്ട്, പഠിക്കാൻ ഒരുപാട് പ്രയത്നമുണ്ട്, കഷ്ടപ്പെടണം, ഒരുപാട് പ്രയാസപ്പെടണം, അത് പഠിപ്പിക്കാനും അതിനനുസരിച്ചുള്ള പ്രയാസമുണ്ട്. ഈ പ്രയാസമെല്ലാം സഹിച്ചുകൊണ്ട് അത് ചെയ്തു, പക്ഷേ നിയ്യത്ത് ഫസാദായിപ്പോയി. മൂന്നാമത്തേത്, തൻ്റെ കയ്യിലുള്ള സമ്പത്ത് അത് ചിലവഴിക്കുകയാണ്, കൊടുക്കുകയാണ്, പക്ഷേ ആ കൊടുത്തതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം മാറിപ്പോയി. ഈ ഹദീസ് തെളിവാണ് നാവിലല്ല നിയ്യത്ത്, ഹൃദയത്തിലാണ് എന്നതിന്. ഹദീസിൽ വ്യക്തമായ തെളിവുണ്ടെന്ന്, നിയ്യത്ത് എവിടെയല്ല, നാവിലല്ല. നാവിലാണെങ്കിൽ അള്ളാഹു അവരെ ശിക്ഷിക്കുമോ? ഇല്ല, മറിച്ച് ഹൃദയത്തിലാണ്. അവരെല്ലാവരും നാവ് കൊണ്ട് പറഞ്ഞു, അള്ളാഹുവെ നിനക്ക് വേണ്ടിയാണ് ചെയ്തത്, നിന്റെ മാർഗത്തിലാണ് ചെയ്തത്, നിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്തത് എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷേ അള്ളാഹു പറഞ്ഞത് എന്താണ്? കെദബ്ത കെദബ്ത കെദബ്ത. 3 പേരോടും പറഞ്ഞത് എന്താണ്? നീ പറഞ്ഞത് കളവാണ്, നീ പറഞ്ഞത് കളവാണ്, നീ പറഞ്ഞത് കളവാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പം നാവിൽ അല്ല നിയ്യത്ത്, മറിച്ച് മനസ്സിലാണ്. നാവ് കൊണ്ട് എത്ര ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായ വ്യക്തിയാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് പോരാടിയത് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, മനസ്സിലെ ഉദ്ദേശം മാറിയിട്ടുണ്ട്. ഇൽമു പഠിച്ചു, അതിൻ്റെ പിന്നിലുള്ള നിയ്യത്ത് അള്ളാഹുവിൻ്റെ വജ്ഹായിരിക്കണം. അവനവൻ്റെ അറിവില്ലായ്മ മാറ്റാനും എന്നിട്ടത് പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്ത് അവരുടെ അറിവില്ലായ്മ മാറ്റാനും നീക്കം ചെയ്യാനുമായിരിക്കണം ഉദ്ദേശം. അതല്ലാതെ പണ്ഡിതനാണ്, ആലിമാണ്, പ്രഭാഷകനാണ്, നല്ല വാഇളാണ് എന്നൊക്കെ പറയപ്പെടാൻ വേണ്ടിയാണ് ഒരാൾ ഇത് ചെയ്തത് എങ്കിൽ പരലോകത്ത് ഇതായിരിക്കും അവസ്ഥ. അതുപോലെ സഹോദരങ്ങളെ, ചെലവഴിക്കുമ്പോൾ, കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പറഞ്ഞ നിയ്യത്ത് മാറിപ്പോവാൻ പാടുള്ളതല്ല. അല്ലേ, പലപ്പോഴും അയാളടുത്ത് പോയാൽ കിട്ടും എന്ന പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് ആളുകൾ വരുന്നത് എന്ന് ചിലപ്പോൾ സ്വന്തത്തെക്കുറിച്ച് തന്നെ പറയും. അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വരുന്നല്ലേ, നമ്മളടുത്തൊന്നും എന്തായാലും കിട്ടുമെന്നറിയാം എന്നതുകൊണ്ടാണ് ആളുകൾ വരുന്നത് എന്ന വാക്ക് പോലും നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരിക്കണം നമ്മൾ ചെലവഴിക്കേണ്ടത്. ആളുകൾ അയാൾ നന്നായി കൊടുക്കുന്ന ആളാണ്, അയാളടുത്ത് പോയാൽ ഒരിക്കലും മുടങ്ങിപ്പോവുകയില്ല, നിരാശനായി പോവുകയില്ല എന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. അതല്ലെങ്കിൽ ജനങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നതുകൊണ്ട് കൊടുക്കാം. അല്ല, അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്നവരായിരിക്കണം. ഈ 3 വിഭാഗവും സഹോദരങ്ങളെ ഒരുപാട് പ്രയത്നമുള്ള ആളുകളാണ്, ഒരുപാട് പ്രയത്നിച്ച ആളുകളാണ്. അള്ളാഹു അവരോട് പറഞ്ഞു നോക്കൂ, ദുനിയാവിൽ നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് പറയപ്പെട്ടിട്ടുണ്ട്. അതാണ് തൊട്ടു മുന്നേ നമ്മൾ കഴിഞ്ഞ ദർസിൽ വിശദീകരിച്ചതുപോലെ മൻ സമ്മഅ സമ്മഅ അല്ലാഹു ബിഹി വമൻ യുറായി ബിഹില്ലാ. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഈ ആളുകളെ, നിയ്യത്ത് മാറിപ്പോയ ആളുകളെ അപമാനിക്കും, അവരുടെ യഥാർത്ഥ ഉള്ളുകള്ളി പുറത്തേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ്. ജനങ്ങളെ കേൾപ്പിക്കാൻ, ജനങ്ങളുടെ പ്രശംസ
കേൾക്കാൻ, ജനങ്ങളെ കാണിക്കാൻ ഒരാൾ ചെയ്താൽ ഇതാണ് പരലോകത്ത് അവരുടെ മുഖം മൂടി വലിച്ചു കീറുന്ന രംഗം. എത്ര കണ്ട് നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ മനസ്സ് അത് ശുദ്ധിയായിരിക്കണം. മനസ്സിൽ ഒരു നിലക്കും റിയാ, സുമഅത്ത് കടന്നു വരാൻ പാടുള്ളതല്ല. ഈ 3 വിഷയങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ റിയാ കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ 3 വിഭാഗക്കാരും പ്രത്യേകം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാട്ടം നടത്തുന്ന, അതല്ലെങ്കിൽ യുദ്ധത്തിന് പോകുന്ന ഒരാൾ പൊതുവെ ധീരത എന്നത് അയാളുടെ മനസ്സിലുണ്ടാകും. ഞാൻ നല്ല ധീരനാണ്, ധീരത എന്നത് പൊതുവെ മനസ്സിലുണ്ടാകും. പക്ഷേ ആ ധീരത ആളുകൾ പുകഴ്ത്തണം, പ്രശംസിക്കണം, ഞാനൊരു ധീര പോരാളിയാണ് എന്ന് പറയപ്പെടാൻ വേണ്ടിയാണ് അത് ചെയ്തത് എങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടി എന്ന് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, ദുനിയാവിൽ ജീവൻ കൊടുത്തു, ജീവൻ നഷ്ടപ്പെട്ടു, തൻ്റെ ജീവൻ ത്യജിച്ചുകൊണ്ടാണ് അയാൾ ആ പണിയെടുത്തിട്ടുള്ളത്. പക്ഷേ നീയത്ത് ഫസാദായത് കാരണത്താൽ പരലോകത്ത് അല്ലാഹു തആല അയാളുടെ ആ നീയത്തിനെ, ആ മോശമായ നീയത്തിനെ പുറത്തേക്ക് പ്രകടിപ്പിക്കുകയാണ്. ആരുടെയൊക്കെ മുന്നിലാണോ ഈ പറഞ്ഞ കാര്യം അയാൾ അഭിനയിച്ചത്, അതല്ലെങ്കിൽ ആരുടെ പ്രശംസ ലഭിക്കണമെന്നാണോ ഉദ്ദേശിച്ചത്, അവരുടെ മുന്നിൽ വെച്ച് അയാൾ അപമാനിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെയാണ് രണ്ടാമത് പറഞ്ഞ വിഷയവും. ഇൽമ് പഠിക്കുമ്പോൾ, ഇൽമ് പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇമാമത്ത് നിൽക്കുമ്പോൾ ഒക്കെ സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലെ നീയത്ത് നാം പുനഃപരിശോധിക്കേണ്ടതുണ്ട്. പല രൂപത്തിൽ നീയത്ത് മാറിപ്പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു ഉത്തരം പറഞ്ഞു കൊടുത്താൽ നമുക്ക് തന്നെ തോന്നും നമ്മൾ കുഴപ്പമില്ല, എനിക്കതൊക്കെ അറിയാലോ എന്ന് തോന്നരുത്. ആളുകൾ അയാൾക്ക് വിവരമുണ്ട്, അറിവുണ്ട് എന്ന് കരുതട്ടെ എന്ന് വിചാരിച്ചാൽ കഥ കഴിഞ്ഞു. അതാണ് ഈ പറഞ്ഞത്. അയാൾ ആലിമാണ്, അയാൾ നല്ല അറിവുള്ള ആളാണ് എന്ന് ആളുകൾ പറയട്ടെ, അതല്ലെങ്കിൽ ആളുകൾ വിചാരിക്കട്ടെ, അത് കേൾക്കാൻ ആഗ്രഹിക്കുക എന്നുള്ളത് ശരിയല്ല. അത് കേൾക്കാൻ ആഗ്രഹിക്കുക എന്നത് വളരെ അപകടമാണ്. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞ വാക്ക് നോക്കൂ, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ പഠിച്ചു, ഇൽമ് നേടി, അത് പഠിപ്പിച്ചു, നിനക്ക് വേണ്ടി നിന്റെ മാർഗത്തിൽ ഞാൻ ഖുർആൻ പാരായണം ചെയ്തു. ഒക്കെ വലിയ പ്രയത്നം ഇതിൻ്റെ പിന്നിലുണ്ട്. ഒരുപാട് സമയം, വർഷങ്ങൾ ചിലവഴിച്ചിട്ടാണ് ഓരോന്നും ഓരോ ദീനിൻ്റെ മസ്അലകളും പഠിച്ചെടുക്കേണ്ടത്. ആ വർഷങ്ങളും സമയവും ഒക്കെ ചെലവഴിച്ചു. പക്ഷേ മനസ്സിലുള്ള ഉദ്ദേശം ആലിമാണെന്ന് പറയപ്പെടണം. അതോടുകൂടി അയാളുടെ ആ പ്രവർത്തനം തള്ളപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അയാളുടെ ഉള്ളുകള്ളി പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ദുനിയാവിൽ ചിലപ്പോൾ അയാളെ ആളുകൾ ആലിം എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ആ പണ്ഡിത വേഷം ഒരുപക്ഷെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാകും. അതിൻ്റെ പേരിൽ ആദരവ് കിട്ടിയിട്ടുണ്ടാകും. ഒരുപാട് ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. പക്ഷേ ആരുടെ മുന്നിലാണോ ഈ പറഞ്ഞ പണിയൊക്കെ ചെയ്തത്, അവരുടെ മുന്നിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് മുഖം മൂടി അഴിക്കുമെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു അപമാനം എന്താണുള്ളത്? അതുപോലെ സഹോദരങ്ങളെ നോക്കൂ, തൻ്റെ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുകയാണ്. തൻ്റെ സമ്പത്ത് അത് കൊടുക്കുകയാണ്. അത് കൊടുക്കുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. ഒരുപാട് കൊടുക്കുന്ന ആളുകളെക്കുറിച്ചാണ് ഈ പ്രത്യേകം ഈ പറഞ്ഞത്. ഒരുപാട് കൊടുക്കുന്ന ധനികനായ ഒരാളെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്തു. ആ സമ്പത്ത് മുഴുവനും, അല്ലെങ്കിൽ സമ്പത്ത് അള്ളാഹു കൊടുത്ത ആ സമ്പത്ത് ഒരുപാട് പല മേഖലകളിലും അയാൾ ചെലവഴിച്ചു. അവിടെ എത്ര കൊടുത്തു, ഇവിടെ ഇത്ര കൊടുത്തു, വരുന്ന ആളുകൾക്ക് കൊടുത്തു, പോകുന്ന ആളുകൾക്ക് കൊടുത്തു, ഒരുപാട് ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ അയാളുടെ നിയത്ത് എന്താണ്? താൻ നല്ല ഉദാരശീലനാണ് എന്ന് ആളുകൾ പറയണം, അല്ലെങ്കിൽ ആളുകൾ അറിയണം.
അത് കേൾക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ പരലോകത്ത് അയാളുടെ ആ കർമ്മം തള്ളപ്പെടുകയാണ്, ജനങ്ങളുടെ മുന്നിൽ വെച്ച് മുഖം മൂടി അഴിക്കപ്പെടുകയാണ്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പരലോകത്ത് ആദ്യമായി വിചാരണക്കെടുക്കപ്പെടുക ഈ 3 വിഭാഗം ആളുകളെയാണ് എന്നാണ്. എന്നിട്ട് ആ 3 വിഭാഗം ആളുകളെയും നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുഖം നിലത്ത് കുത്തിയവരായിക്കൊണ്ട് അങ്ങനെ വലിച്ചിഴച്ച് നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നാണ്. നിന്ദിച്ചുകൊണ്ട് നിന്ദിക്കപ്പെട്ട അവസ്ഥയിലാണ് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുക എന്നുള്ളതാണ്. കാരണം സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രം ചെയ്യേണ്ട കർമ്മങ്ങൾ, അമലുകൾ, അള്ളാഹു അല്ലാത്തവരെ ഉദ്ദേശിച്ചാൽ, അള്ളാഹു അല്ലാത്തവരുടെ പ്രീതി ഉദ്ദേശിച്ചാൽ പരലോകത്ത് വലിയ അപമാനമാണ് നേരിടേണ്ടി വരിക എന്നുള്ളത് ഈ ഹദീസിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. നമ്മുടെ നിയ്യത്ത് സദാസമയം ഞാനും നിങ്ങളും പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നതിന് ഈ ഹദീസ് തെളിവാണ്. അതിനുശേഷം ഷെയ്ഖ് റഹിമഹുല്ലാ ഒരു അസർ ഉദ്ധരിക്കുകയാണ്. ഷെയ്ഖ് പറയുന്നു, വലിത്തിർമിദി ഫീഹി. ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ അന്ന മുആവിയത റളിയല്ലാഹു അൻഹു ലമ്മാ സമിഅഹു ബകാ വതലാ ഖൗലഹു മൻ കാന യുരീദുൽ ഹയാത ദുനിയ വസീനതഹ. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ഹദീസ് കേട്ടപ്പോൾ കരയുകയുണ്ടായി. അദ്ദേഹം കരഞ്ഞുകൊണ്ട് സൂറത്തു ഹൂദിലെ 15-ാമത്തെ ആയത്ത് പാരായണം ചെയ്തു. മൻ കാന യുരീദുൽ ഹയാത ദുനിയ വസീനതഹ. ആരാണോ ദുനിയാവിൻ്റെ അലങ്കാരവും ദുനിയാവിലെ ജീവിതവും ഉദ്ദേശിക്കുന്നത്, നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹ വഹും ലാ യുബ്ഖസൂൻ. അവർക്ക് നാം ദുനിയാവിൽ തങ്ങളുടെ അമലുകൾക്കുള്ള പ്രതിഫലം പൂർത്തീകരിച്ച് നൽകും. ഉലൈക അല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് നരകമല്ലാത്ത മറ്റൊന്നും അവർക്കില്ല. വഹബിത മാ സനഉ ഫീഹാ വബാതിലും മാ കാനൂ യഅമലൂൻ. ഈ ആളുകൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ പൊളിഞ്ഞു പോകും. അവരെന്തൊക്കെ സ്വരുക്കൂട്ടിയോ എന്തൊക്കെ ചെയ്തു കൂട്ടിയോ അതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അവർ പ്രവർത്തിച്ചത് മുഴുവനും വ്യർത്ഥമായി പോയിട്ടുണ്ട്. അതൊന്നും പരലോകത്ത് ഉപകാരപ്പെടാതെ പരലോകത്ത് നരകം മാത്രമായിരിക്കും അവർക്കുള്ള പ്രതിഫലം എന്ന ആയത്ത് അദ്ദേഹം പാരായണം ചെയ്തു ഈ ഹദീസ് കേട്ടപ്പോൾ കരഞ്ഞുകൊണ്ട്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. ദുനിയാവിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു, പ്രവർത്തനങ്ങൾ ചെയ്തു, ഇബാദത്തുകൾ ചെയ്തു. പക്ഷേ പരലോകത്ത് അതുകൊണ്ട് ഉപകാരം ലഭിച്ചില്ല എങ്കിൽ അതിനേക്കാൾ വലിയ ദുരവസ്ഥ മറ്റെന്താണുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. തഖ്വ പാലിച്ച ആളുകളിൽ നിന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അള്ളാഹു പറഞ്ഞതുപോലെ ആരാണോ അള്ളാഹുവിനെ സൂക്ഷിച്ചത് അവരിൽ നിന്നാണ് അള്ളാഹു സ്വീകരിക്കുക. നിയ്യത്ത് ഫസാദായി പോയാൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. പ്രത്യേകിച്ച് നോക്കൂ, ഈ ഹദീസിൽ വലിയ ഗുണപാഠമുണ്ട്. തൊലബുൽ ഇൽമ്, ഇൽമു പഠിക്കുക എന്നത് ഇബാദത്താണ്. ഇൽമു പഠിക്കുക എന്നുള്ളത് ഇബാദത്താണ്. അതൊരിക്കലും നമ്മുടെ നിയ്യത്ത് ഫസാദാക്കി കളയരുത്. ആ വിഷയത്തിൽ ഇൽമു പഠിക്കുമ്പോൾ പൊതുവെ നമ്മുടെ മനസ്സിൽ പല രൂപത്തിലുള്ള ചിന്തകളും കടന്നു വരും. ഇൽമിൻ്റെ യഥാർത്ഥ മാധുര്യം നുകരുന്നത് വരെ നമ്മളത് പേടിക്കണം. തുടക്കത്തിൽ കുറച്ച് പഠിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് എന്തോ സംഭവമാണ് എന്ന് നമ്മളെക്കുറിച്ച് തോന്നിപ്പോകും. കുറച്ചുകൂടി പഠിക്കുമ്പോഴാണ് നമുക്കതിലൊരു അയവ് വരിക. നന്നായി പഠിച്ചു കഴിഞ്ഞാൽ തോന്നും നമ്മളൊന്നും പഠിച്ചിട്ടില്ല, ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ച് തുടക്കത്തിൽ ഇൽമിൻ്റെ ആദ്യ ഘട്ടത്തിൽ നമ്മൾ പേടിക്കേണ്ടതാണ്. ഈ പറഞ്ഞ റിയാ, സുമഅത്ത് അതൊക്കെ കടന്നു വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ പഠിപ്പിക്കുമ്പോൾ ഞാനും നിങ്ങളും
പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൽമ് പഠിക്കലും പഠിപ്പിക്കലും ഇബാദത്താണ് എന്നത് ഈ ഹദീസിൽ നിന്നും ലഭിക്കുന്ന ഗുണപാഠത്തിൽ പെട്ടതാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഈ മഹത്തായ ഹദീസ് നമ്മുടെ ഹൃദയങ്ങൾക്ക് ചലനമുണ്ടാക്കേണ്ടതുണ്ട്. നമ്മുടെ നിയ്യത്ത് ഫസാദായി പോവാതെ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ, പ്രത്യേകിച്ച് ഈ പരാമർശിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നല്ലവരായ മുൻഗാമികൾ, സലഫുകൾ, അവർ നിയ്യത്തിൻ്റെ കാര്യം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ചിരുന്നു. ഇമാം സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, മാ ആലജ്തു ഷൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യതി, എൻ്റെ നിയ്യത്തിനേക്കാൾ ഞാൻ മറ്റൊന്നിനെയും ചികിത്സ നടത്തിയിട്ടില്ല. ലിഅന്നഹ തതഖല്ലബു അലൈ, കാരണം നിയ്യത്ത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിയ്യത്തിനെ വളരെയധികം ധാരാളം ഞാൻ ചികിത്സിച്ചിരുന്നു അത് നേരെയാവാൻ. വേറെ ചില മുൻഗാമികൾ പറഞ്ഞു, ഇന്നി ലഉഹിബ്ബു അൻ തകൂന ലീ നിയ്യത്തുൻ ഫീ കുല്ലി ഷൈ, തീർച്ചയായും എല്ലാ കാര്യത്തിലും നിയ്യത്തുണ്ടാവണം എന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു. ഹത്താ ഫി തആമി വശറാബ്, തിന്നുമ്പോഴും കുടിക്കുമ്പോഴും വരെ. ഞാൻ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വെള്ളം കുടിക്കുകയാണെങ്കിലും ആ സന്ദർഭത്തിൽ വരെ നിയ്യത്തുണ്ടാവണം, നിയ്യത്ത് ശരിയാവണം, നിയ്യത്ത് നന്നാവണം എന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. മഹാനായ മുത്തറിഫ് ഇബ്നു അബ്ദില്ലാഹ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, സലാഹുൽ ഖൽബി ബി സലാഹിൽ അമൽ, ഒരാളുടെ ഹൃദയം നന്നാവുക അയാളുടെ അമല് നന്നായാലാണ്. വസലാഹുൽ അമലി ബി സലാഹി നിയ്യ, ഒരാളുടെ അമല് നന്നാവുക, കർമ്മം നന്നാവുക അയാളുടെ നിയ്യത്ത് നന്നായാലാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു വാക്കാണ്! നമ്മുടെ ഹൃദയം നന്നാവുക നമ്മുടെ അമലുകൾ നന്നായാലാണ്. അമലുകൾ നന്നാവണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ നിയ്യത്ത് നന്നാവണം. സഹോദരങ്ങളെ, നമ്മുടെ അമലുകൾ, നമ്മുടെ കർമ്മങ്ങൾ പാളിപ്പോകുന്നുണ്ടോ, ഫസാദായി പോകുന്നുണ്ടോ, നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ നിയ്യത്തിൽ എവിടെയോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അമലുകൾ നന്നാവുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് സന്തോഷിക്കുക, അത് വർദ്ധിപ്പിച്ചു തരാൻ അള്ളാഹുവിനോട് ചോദിക്കുക എന്നതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, റുബ്ബ അമലിൻ സഗീറിൻ തുഅദ്ദിമുഹു നിയ്യ, എത്രയോ ചെറിയ ചെറിയ കർമ്മങ്ങൾ അതിൻ്റെ നിയ്യത്ത് അതിനെ മഹത്വവൽക്കരിച്ചിട്ടുണ്ട്. ചെറിയ അമലായിരിക്കും, ഒരു 10 രൂപയായിരിക്കും ചെലവഴിച്ചത്, പക്ഷേ ഇഖ്ലാസ് അള്ളാഹുവിൻ്റെ അടുക്കൽ ലക്ഷങ്ങൾ ചിലവഴിച്ചതിന് സമാനമായ പ്രതിഫലം അയാൾക്ക് നൽകിയേക്കാം. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വറുബ്ബ അമലിൻ കബീരിൻ, എന്നാൽ എത്രയോ വലിയ കർമ്മങ്ങളുണ്ട്, തുസഗിറുഹു നിയ്യ, നിയ്യത്ത് അതിനെ വളരെ ചെറുതാക്കി കളഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടം, ഇൽമ് നേടൽ, അതുപോലെ സ്വതക്ക, ഉദാരത ഒക്കെ വലിയ കർമ്മങ്ങളാണ്. പക്ഷെ നിയ്യത്ത് പാളിപ്പോയാൽ, നിയ്യത്ത് ഫസാദായി പോയാൽ ആ കർമ്മം ഒന്നിനും കൊള്ളുകയില്ല. സലഫുകൾ, നമ്മുടെ നല്ലവരായ മുൻഗാമികൾ ധാരാളം ഈ വിഷയത്തിൽ സംസാരിച്ചതായി നമുക്ക് കാണാം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്കുണ്ട്, അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വസമിഅതു ശൈഖുൽ ഇസ്ലാം യഖൂൽ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു, കമാ അന്ന ഖൈറൻ നാസി അൽ അംബിയാഉ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടർ, ഉത്തമരായ ആളുകൾ നബിമാരാണ്. ഫശറുൻ നാസി, എന്നാൽ ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ മൻ തശബ്ബഹ ബിഹിം മിനൽ കദ്ദാബീന വദ്ദഅ അന്നഹു മിൻഹും വലൈസ മിൻഹും, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ഷർറിൻ്റെ ആളുകൾ അവരിൽപ്പെട്ടവരല്ല, പക്ഷേ അവരെ പോലെ അവരോട് സാദൃശ്യം വെച്ച് പുലർത്തുന്ന ആളുകളാണ്. അവർ ജൽപ്പിക്കും, അവർ വാദിക്കും, ഞങ്ങൾ നബിമാരുടെ പിൻഗാമികളാണ്, അതല്ലെങ്കിൽ
ഞങ്ങൾ അമ്പിയാക്കളുടെ ആളുകളാണ് എന്നത്. അദ്ദേഹം വീണ്ടും പറയുന്നു, ഫഖൈറുന്നാസി ബഅദഹും അൽ ഉലമാഉ, ജനങ്ങളിൽ നബിമാർക്ക് ശേഷം ഏറ്റവും ഉത്തമരായ ആളുകൾ ഉലമാക്കളാണ്, പണ്ഡിതന്മാരാണ്. വശുഹദാഉ, ശുഹദാക്കളാണ്. വസ്സുദ്ദീഖൂൻ, സത്യസന്ധന്മാരാണ്. വൽ മുഖ്ലിസൂൻ, ഇഖ്ലാസ് നൽകപ്പെട്ട ആളുകളാണ്. ഫശറുന്നാസി, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ മൻ തശബ്ബഹ ബിഹിം യൂഹിമു അന്നഹു മിൻഹും വലൈസ മിൻഹും, ഈ പറഞ്ഞ ഉലമാക്കളുടെ, ശുഹദാക്കളുടെ, സിദ്ദീഖുമാരുടെ, ഇഖ്ലാസുള്ള ആളുകളുടെ സാദൃശ്യം വെച്ച് പുലർത്തുന്നവരാണ്. കാണുമ്പോൾ തോന്നും ഉലമാക്കളാണ്, അതല്ലെങ്കിൽ ഇൽമിൻ്റെ ആളുകളാണ്, അതല്ലെങ്കിൽ ശുഹദാക്കളെ പോലെയാണ്, അതല്ലെങ്കിൽ സത്യസന്ധന്മാരാണ്, ഇഖ്ലാസ് നൽകപ്പെട്ടവരാണ് എന്ന് തോന്നിപ്പിക്കും വിധം അവർ പ്രവർത്തിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അവർ അവരിൽ പെട്ടവരല്ല. ഇവരാണ് ജനങ്ങളിൽ ഏറ്റവും ഷർറിൻ്റെ ആളുകൾ. സുബ്ഹാനല്ലാഹ്, സഹോദരങ്ങളെ, എന്തൊരു വാക്കുകളാണ് നോക്കൂ. ജനങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ട നബിമാരാണ്, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ അവരോട് സാദൃശ്യം വെച്ച് പുലർത്തുന്നവരാണ്. യഥാർത്ഥത്തിൽ അവരുമായി യാതൊരു ബന്ധവുമില്ല. അവർ കഴിഞ്ഞാൽ, നബിമാർ കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ ഉലമാക്കൾ, ശുഹദാക്കൾ, സിദ്ദീഖുമാർ, മുഖ്ലിസീങ്ങൾ, ഇഖ്ലാസുള്ള ആളുകൾ. ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ അവരോട് സാദൃശ്യം വെച്ച് പുലർത്തുന്ന ആളുകളാണ്, എന്നാൽ അവരിൽപ്പെട്ടവരുമല്ല. നമ്മൾ കുപ്പായിട്ടിട്ടുണ്ടാവും, സലഫുകളുടെ, മുൻഗാമികളുടെ പാതയിലാണ് ഞങ്ങൾ എന്ന് തോന്നിപ്പിക്കും വിധം യഥാർത്ഥത്തിൽ ആ പാതയിലല്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമ്മൾ ഭയപ്പെടണം. കേവലം കുപ്പായം മാത്രമാണെങ്കിൽ, ഉലമാക്കളുടെ കുപ്പായം ധരിച്ച്, സിദ്ദീഖുമാരുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കുപ്പായം ധരിച്ച് നടക്കുക, എന്നാൽ അവരുടെ കർമ്മങ്ങൾ അവരെപ്പോലെ അല്ല നമ്മുടെ ജീവിതമെങ്കിൽ നമ്മൾ ഷർറിൻ്റെ ആളുകളാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ നിയ്യത്ത് നന്നാക്കാൻ നമ്മൾ അഹോരാത്രം പണിയെടുക്കണം, അഹോരാത്രം കഷ്ടപ്പെടണം. അതല്ലെങ്കിൽ പരലോകത്ത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള നിന്ദ്യത ആയിരിക്കും. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതാണ് സഹോദരങ്ങളെ ഷെയ്ഖ് റഹിമഹുല്ലാ ആ അധ്യായത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രമാണങ്ങൾ, തെളിവുകൾ. ഈ പറഞ്ഞ തെളിവുകളെല്ലാം നമ്മെ ഒരുപാട് ഭയപ്പെടുത്തേണ്ടതുണ്ട്. നന്നാവാൻ, ശരിയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം പുറമേക്കും അതുപോലെ ആളുകൾ കാണാത്തപ്പോഴും ഒരുപോലെ ആയിരിക്കണം. അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും പ്രവർത്തനങ്ങൾ. അതിൽ ഏതെങ്കിലും ഒരർത്ഥത്തിൽ നിയത്ത് ഫസാദായി പോയാൽ ഷർറിൻ്റെ ആളുകളായിരിക്കും, നികൃഷ്ടരായ ആളുകൾ എന്നാണ് ഉലമാക്കൾ വിലയിരുത്തിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിനു വേണ്ടി ഇബാദത്തുകൾ ചെയ്യുന്ന യഥാർത്ഥ മുഖ്ലിസീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ നിയ്യത്തുകൾ നന്നാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ ന്യൂനതകൾ, തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. റമദാനിന് ശേഷം അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് വീണ്ടും ഈ ദർസ് പുനരാരംഭിക്കാം. അള്ളാഹു തആല പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു തആല പറയുന്നതും കേൾക്കുന്നതും പ്രാവർത്തികമാക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വഅഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.